ഒരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ? പ്രൊജക്റ്റ് ഓറിയന്റഡ് ആയതുകൊണ്ട് ഇനി കമ്പനിയിൽ ജോയിൻ ചെയ്താൽ അവിടെ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഞാൻ ബിടെക് 2024 പാസ് ഔട്ടാണ്. പിന്നെ ഒരു വർഷം ഒരു ഗ്യാപ്പ് വന്നു. പിന്നെ അതിനുശേഷം ജോലി വേണമെന്നുള്ള ഒരു ബെറ്റർ ഓപ്ഷനിലേക്ക് വന്നിട്ട് മെയിനായിട്ട് ബിമ്മിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് തിരഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ബിമ്മിനെ കുറിച്ച് സെർച്ച് ചെയ്തു. ഇനി ഫ്യൂച്ചറിൽ മെയിനായിട്ട് ബിം ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് സോഷ്യൽ മീഡിയ വഴി നോക്കിയതിൽ ബെറ്ററായി തോന്നിയത് AC അപ്സ്കിൽസ് ആണ്. അങ്ങനെയാണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്തത്. AC അപ്സ്കിൽസിൽ ജോയിൻ ചെയ്തത് അല്ലെങ്കിൽ ബിം ചൂസ് ചെയ്തത് എപ്പോഴെങ്കിലും ഒരു റിഗ്രറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഈ 3 മന്ത് വളരെയധികം എൻജോയ് ചെയ്തിട്ടാണ് ഇവിടെ ഓരോ ക്ലാസ്സും അറ്റൻഡ് ചെയ്തതും. ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞാലും തന്നെ വീട്ടിൽ പോയിട്ട് അത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു എൻജോയ്മെൻറ്റോട് കൂടെയാണ് ഈ 3 മന്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്യൂച്ചറിലും ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വിചാരിച്ചതിനേറെ എനിക്ക് പ്രൊജക്റ്റ് ബേസ്ഡ് ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതെല്ലാം ഇപ്പോൾ ഈ ഒരു 3 മന്ത് എക്സ്പീരിയൻസിലൂടെ എനിക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനിയൊരു കമ്പനിയിൽ ജോയിൻ ചെയ്താൽ എങ്ങനെയായിരിക്കും അവിടെ വർക്ക് ചെയ്യേണ്ടി വരിക എന്നുള്ളതെല്ലാം ഇവിടുത്തെ ട്യൂട്ടേഴ്സ് എല്ലാവരും, മാനേജർ അജിത് സാർ ആണെന്നുണ്ടെങ്കിലും സാറ് വളരെയധികം ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ട്യൂട്ടേഴ്സും തന്നെ വളരെ സിമ്പിളായിട്ടാണ് അവർ ഓരോ ടോപ്പിക്കും തന്നെ കവർ ചെയ്ത് തന്നത്. അതുകൊണ്ട് തന്നെ വിചാരിച്ചിലേറെ സിമ്പിളായിട്ടും എൻജോയ് ചെയ്തിട്ടുമാണ് ഈ 3 മന്ത് കംപ്ലീറ്റ് ചെയ്തത്. ഒരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ? തീർച്ചയായും പെർഫോം ചെയ്യും. വളരെയധികം കോൺഫിഡൻറ്റോട് കൂടി തന്നെ പെർഫോം ചെയ്യുന്നു വെച്ചാൽ. ഓക്കെ, ഈ പ്രൊജക്റ്റ് ഓറിയന്റഡ് ക്ലാസ് നിങ്ങളെ ബെനിഫിഷ്യൽ ആക്കിയിട്ടുണ്ടോ? പ്രൊജക്റ്റ് ഓറിയന്റഡ് ആയതുകൊണ്ട് ഇനി കമ്പനിയിൽ ജോയിൻ ചെയ്താൽ അവിടെ എങ്ങനെയായിരിക്കും എന്നുള്ളത് വളരെ ബേസ് ആയിട്ട് തന്നെ ഇവിടുന്ന് പറഞ്ഞു തന്നുകൊണ്ട് വളരെ കംഫർട്ടബിൾ ആണ് കോഴ്സ് കഴിഞ്ഞപ്പോൾ.